1 ശമൂവേൽ 1-ാം അധ്യായം 28-ാം വാക്യം. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതൻ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. ഏതുകൊണ്ട്? ഞാൻ അങ്ങനെ നേർന്നതുകൊണ്ട്, ഞാൻ പ്രാർത്ഥിച്ചു മേടിച്ചതുകൊണ്ട്. സ്തോത്രം, സ്തോത്രം. യങ് പേരൻസിനോട് ഞാൻ പറയുന്നു, മക്കളെ പ്രാർത്ഥിച്ചു മേടിക്കണം. മറ്റൂടെ തെളിച്ച ഭാഷ പറയാൻ പറ്റില്ലല്ലോ, മാന്യമായ ഭാഷയിലല്ലേ പറയാൻ പറ്റുള്ളൂ. പ്രാർത്ഥിക്കാതെയും മക്കൾ ജനിക്കുന്നുണ്ട്. 100 കണക്കിന്, 1000 കണക്കിന്, ലക്ഷക്കണക്കിന് മക്കൾ ഇന്ന് ലോകത്ത് ജനിക്കുന്നു, പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല. പക്ഷെ അതിനിടയിൽ പ്രാർത്ഥിച്ച് ജനിക്കുന്ന ചില പിള്ളേരുണ്ട്. മക്കളെ ജനിപ്പിക്കുകയല്ല, ദൈവത്തോട് ചോദിച്ചു വാങ്ങുക ചെയ്യേണ്ടത്. എൻ്റെ ഭാഷ കഠിനമായെങ്കിൽ ക്ഷമിക്കണം. വാക്യം 27-28 ചേർത്ത് ഞാൻ വായിക്കുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകി എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു മേടിച്ച കുഞ്ഞാണ് ഞാൻ. എന്തൊരു അഭിമാനം ഇങ്ങനെ ഒരു അമ്മയുണ്ടെങ്കിൽ. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. ഞാൻ അവനെ നേർച്ച നേർന്നായിരുന്നു. 10-11 വാക്യത്തിൽ അവളൊരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവയെ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. 1:11. അതുകൊണ്ട് ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? പ്രാർത്ഥിച്ചു മേടിച്ചതുകൊണ്ടും നേർച്ച നേർന്നതുകൊണ്ടും. നേർന്നാ പോരാ, നിവർത്തിക്കണം. നിവർത്തിക്കുന്നില്ലെങ്കിൽ നേരാതിരിക്കുന്നതാണ് നല്ലത്. ദൈവത്തിന് സമർപ്പിച്ചതൊന്നും നീ കൈവച്ചുകൊണ്ടിരിക്കരുത്. കൈവച്ചുകൊണ്ടിരുന്നാൽ നിനക്ക് ശിക്ഷാവിധി വരും, നിനക്ക് ന്യായവിധി വരും. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. അവർ അവിടെ യഹോവയെ നമസ്കരിച്ചു. പലപ്പോഴും കാലുമാറുന്നവരാ മനുഷ്യർ. മീൻ പിടിക്കാൻ പോകുമ്പോൾ ഒരാൾ നേർച്ച നേർന്നു. ആദ്യം കിട്ടുന്ന മീൻ പുണ്യവാളനാണ്. ആദ്യമേ ചൂണ്ടയിട്ടപ്പോഴേ വലിയൊരു വാള കിട്ടി. അതിനെ പിടിച്ച് കരകിട്ടപ്പോൾ മനസ്സിൽ പറഞ്ഞു, ഇത്രയും വലിയ വാള പുണ്യാളന് എന്തിനാ, അടുത്തത് കൊടുക്കാം എന്ന് പറഞ്ഞ് ചൂണ്ടെന്ന് ഊരിയപ്പോഴേക്കും വാള ചാടി വെള്ളത്തിൽ പോയി. ഉടനെ പുള്ളി പറയാ, ഞാൻ തമാശ പറഞ്ഞു, പുണ്യാളച്ച് കാര്യമായിട്ട് എടുത്തോന്ന്. ഉണ്ടാക്കിയ കഥയായിരിക്കും. കാര്യം കണ്ടു കഴിയുമ്പം നേർച്ച മറക്കുന്ന ഒത്തിരി പേരുണ്ട്. എല്ലാം മണ്ടൻ കൊച്ചുവാണ് വേലയ്ക്ക് കൊടുത്തേക്കായിരുന്നു, സുവിശേഷ വേലയ്ക്ക് കൊടുത്തേക്കായിരുന്നു. ഇവൻ നല്ല മിടുക്കനാ, എല്ലാത്തിനും ഫസ്റ്റ് ക്ലാസ്സാ. അവനെ ഏതായാലും IAS വിടണം. എന്താ ചെയ്യാല്ലേ? അപ്പൊ നിനക്കൊരു മന്ദബുദ്ധിയെ കിട്ടിയാലേ നീ വേലയ്ക്ക് കൊടുക്കുകയുള്ളൂ അല്ലേ? ഞാനിങ്ങനെയൊക്കെ പറയുന്നതിന് ക്ഷമിക്കണം. ദൈവത്തോട് നേർന്നെങ്കിലും ഓർക്കണം. പുണ്യാളച്ചനോടല്ല, ദൈവത്തോട് നേർന്നത് നിവർത്തിക്കണം. മറക്കല്ലേ. എങ്ങനെ നിവർത്തിക്കും? അവൻ പറഞ്ഞാൽ കേൾക്കുകയില്ലെങ്കിലോ? സാരമില്ല, നീ ഒന്ന് സിൻസിയറായിട്ടൊന്ന് പ്രാർത്ഥിച്ച്. കള്ളപ്രാർത്ഥന പ്രാർത്ഥിക്കല്ലേ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച്, എൻ്റെ കർത്താവേ, എൻ്റെ തലമുറയെ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി, അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണമേ. അവനെ ഒരു മിഷണറി ആക്കണമേ. ഹല്ലേലൂയ. അവനെ ഒരു മിഷണറി ആക്കണമേ.
അപ്പാ അവനെ ഒരു മിഷണറി ആക്കണമേ, അവളെ ഒരു മിഷണറി ആക്കണമേ എന്ന് കണ്ണുനീരോടെ ഇന്ന് രാവിലെ എത്ര പേർ പ്രാർത്ഥിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.